ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പം വീഡിയോ വേറൊന്നുമല്ല, ഇത്ര സമയം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ കുറച്ച് സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പിസ്സ കഴിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരാഗ്രഹം, എന്തുകൊണ്ട് ഇന്ന് വൈകിട്ട് പിസ്സ കൂടാന്ന്. അപ്പം അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഹാളിലിരുന്നിട്ട്. അപ്പം ഞാൻ പോയിട്ട് പറയാം, ഇപ്പം നമുക്ക് പോയിട്ട് കടയിൽ പോയിട്ട് പിസ്സ വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് പറയാം. എന്താണെന്ന് റിയാക്ഷൻ ഒന്നും അറിയത്തില്ല, നോക്കാം. ഞാൻ പതിയെ സംസാരിക്കുന്നത് കൊണ്ടാണ്, പുള്ളി ഇനി കേട്ടാലോ, അതുകൊണ്ട്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 8:20 അപ്പം ഇനിയിപ്പോൾ വരുമോ എന്നൊന്നും അറിയത്തില്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. എന്നാണല്ലോ ഒന്ന് ചോദിച്ച് നോക്കാം വരുമോന്ന്. ഇച്ചാ, എടാ എനിക്ക് പിസ്സ തിന്നാൻ ഭയങ്കര ആഗ്രഹം. നമുക്ക് പോയിട്ട് അലേപ്പിന്ന് പിസ്സ വാങ്ങിച്ചാലോ? എടാ വാട ഇച്ചാ. എടാ കഷ്ടമുണ്ടടാ. എടാ കളി നിർത്തിയിട്ട് വാട ഇച്ചാ. എനിക്ക് കൊതി ആയതുകൊണ്ടല്ലേ പറയുന്നത്, വാടാ. എടാ എന്നോട് ഇഷ്ടമുണ്ട്, വാട ഇച്ചാ. ഇല്ല, വീഡിയോ ഒന്നുമില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കണോ? സ്നേഹം ഉണ്ടെങ്കിൽ വാ, എന്നാ ഒരുങ്ങേ വാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലപ്പയിൽ പോകുന്ന ഒരു വീഡിയോ കൂടി സെറ്റ് ചെയ്യാം. എന്ന് വാ, എഴുന്നേക്കേ. അവിടെ എനിക്ക് വിശക്കുന്നുണ്ടോ ഇച്ചേ? എന്നാ നാണമുണ്ടോ നിനക്ക്? നാണമുണ്ടോ നിനക്ക്? എടാ മണ്ട, ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കും, ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ. എടാ വായിച്ചാ എന്നതാണ്. ഞാൻ ഒരുങ്ങട്ടെ എന്നെങ്കിൽ. ശരി തന്നെ. ഞാൻ അങ്ങനെ ഇവിടെ പോകാൻ റെഡി ആയി ഡിയേഴ്സ്. ഇനിയിപ്പം ഇച്ചു റെഡിയാവുന്ന കാണണ്ടേ, കാണിച്ചു തരാമേ. റെഡിയാവടാ? ഞാൻ റെഡിയായല്ലോ. എനിക്കിനി സോക്സ് ഇട്ട് ഇട്ടാൽ മതി. മടിയാണോ പോകാനായിട്ട്? എന്നാ പിന്നെ ഇടാതെ പോരെ? -4 ഇല്ല, ചുമ്മാ തള്ളുവാണ്. അങ്ങ് ഫീൽസ് ലൈക്ക് എനിക്കറിയത്തില്ല. -2 ഉള്ളായിരുന്നു. അത് ഞാൻ നോക്കിയില്ല. തള്ളി അങ്ങ് മറയ്ക്കോ, ഫിൻലാൻഡിലാന്ന് പറഞ്ഞിട്ട് തള്ളാന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഒടുക്കത്തെ തള്ളുവാണല്ലോ കേട്ടോ. ഞാൻ എല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ ഒരു വർഷം ഫിൻലാൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കിരണേ. എനിക്ക് തണുപ്പിന് ഓൾറെഡി അറിയാം, ക്രിസ്റ്റി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നെന്ന്. റെഡിയായാ? നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എടുത്താലോ? ശരി. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കും. ഇതൊക്കെ വരുമോ? നീ കട്ടിയുള്ള സോക്സ് ഇടുന്നില്ല? ചുപ്പാണ്. അതിൻ്റെ അടി വേറെ സോക്സ് ഉണ്ടെന്ന് തോന്നുന്നു. 2 സോക്സ് ഒന്നിച്ചാക്കി വെച്ചിരിക്കുക. നൈസ് കളി. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്. 2 പാൻറ്. ആ ജീൻസ് പാൻറ് ഒന്ന് പൊക്കിക്കുക. അടി വേറെ പാൻറ്റുള്ള നോക്കട്ടെ. അടി പാൻറ് ഇട്ടിട്ട് നൈസായിട്ട് കളിക്കുന്നു.
എൻ്റെ മോനെ ദേ ഇവരുടെ ലൈഫാണ് ലൈഫ്. കണ്ട അക്കരെ എന്ത് എൻജോയ്മെൻ്റ് ആണെന്ന് നോക്കി. എല്ലാം വെള്ളമായിരുന്നു. വെള്ളിയാഴ്ച വെള്ളം. എന്നിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യല്ലേ എഞ്ചിപ്പാ. ഇത് തെന്നുന്നുണ്ട്. ഇല്ല ഇതിൻ്റെ പുറത്തുകൂടി ആണെന്നാൽ തെന്നത്തില്ല. പക്ഷേ കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള കണ്ടോ ഇപ്പൊ കിടന്നു തെന്നത്തില്ലെന്ന്. ഞാനിനി പതിയെ നടക്കുന്നു. എൻ്റെ വാക്ക് സൂക്ഷിക്കണേ. നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്. കാരണം ഇന്ന് ഒരിച്ചിരി മഞ്ഞ് കുറവ് പെയ്തത് കൊണ്ട്. നമുക്ക് ഹെൽസിങ്കി പോയാലോ? അല്ലെങ്കിൽ വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്. അതിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഞാൻ ലൈറ്റായിട്ടാണ് ഡ്രസ് ഇട്ട് ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞു. വീടല്ലേ പെൻകിൻ വോക്ക് ചെയ്യിച്ച അത് തന്നെ, അങ്ങനെ തന്നെ. കുറച്ചും കൂടി കാലടുപ്പിച്ച് വെക്കേ. കലിപ്പാണ്. ഇച്ചിരി നോക്കി കളിക്കാവേ കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട് ചേച്ചാ. എന്തുവാ ഫുള്ളോ? ഞാൻ കേട്ടത് രാവിലെ തെന്നിന്ന് ഞാൻ കേട്ടു. ഫുള്ള് വാങ്ങണമെന്നാ ഞാൻ കേട്ട. മോനെ കണ്ണൽമക്കി പബ്ബൊക്കെ ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ കുറേ പേര് അവിടെ ഇങ്ങനെ വീക്കെൻഡൊക്കെ ആഘോഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. DS സുഖമില്ല കിട്ടി അയച്ചാ. നമ്മൾ വാങ്ങുന്ന തന്നെ വേണേ. ഇല്ല അത് മക്കരയാ, അത് വേണ്ട. അത് തന്നെ. എൻ്റെ ഡേറ്റ് ഒന്ന് നോക്കിയാലേ. ഡേറ്റ് കാണാതിരിക്കത്തില്ല. ജ്യൂസ് എന്തുവാ വാങ്ങുന്നേ? ഏതൊരു ഒരെണ്ണം എടുത്തിട്ട് പോവാം. അനാനാസോ? ഫിനിഷിലും നമ്മുടെ എന്താണ് പൈനാപ്പിളിന് അനാനാസ് എന്ന് തന്നെ പറയുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും വേണ്ടല്ലോ. ഇനിയിപ്പോൾ കിട്ടത്തില്ല. ഇത് ഈ സെക്ഷൻ ഒന്നും ഇപ്പം ഇല്ല. കിട്ടുമായിരിക്കുമല്ലോ. പക്ഷെ വേണ്ട, ഒരു എക്സ്ട്രയും വേണ്ട. ഇല്ലേ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? റെഡ് ബുൾ എടുക്കണോ ഒരെണ്ണം? നല്ലൊരു ഐസ്ക്രീം എടുത്തോടാ. കൊള്ളത്തില്ല. സ്ട്രോബെറി ഏതാ? അതും വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊരു പാക്കറ്റിങ് എടുത്താലോ? എടാ നമുക്ക് അതെടുത്താലോ. പക്ഷെ തണുപ്പാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി നോക്കാം അല്ലേ? ഇതിന് പൊട്ടിച്ച ചെറിയൊരു സന്തോഷമായില്ലേ ചേട്ടാ? 12 യൂറോ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ? വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ സന്തോഷം തിന്നണമെന്ന് തോന്നുന്നു. നമ്മൾ കഴിക്കണ്ടേ? നാട്ടിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. എൻ്റെ മോനെ അത് ഐസ്ക്രീം എനിക്കാ വാങ്ങിച്ചു, നിനക്കല്ല.
എന്തു വെച്ചു തപ്പുന്നേ? വേസ്റ്റ്? എന്റെ മോനെ, നിങ്ങൾക്കിത് കേവലമായി തോന്നലേ? ഓഹ് ലവ് ചെറുക്ക വിശക്കണ്. പിള്ളേർ മറ്റേ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വള്ളവും മഞ്ചുമൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പരിസരത്തേക്ക് എത്തി DS. അപ്പോഴേക്കും ഞാൻ ഐസ്ക്രീം തിന്ന് മടുത്ത് എനിക്ക് മതിയായതായി. ഞാൻ ഇച്ചുനോട് ചോദിച്ചു, ഇച്ചു ഈ ഐസ്ക്രീം തിന്നാവുമെന്ന്. എന്നെ കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. ചുമ്മാ ഓരോരോ കോപ്രായം രാത്രിക്ക് കാണിക്കുന്നതല്ലേ. കുഴപ്പമില്ല. എന്നാലും ഞാൻ വേണ്ടിയില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, ഇതിൻ്റെ ബാക്കി കഴിക്കാമോ? നമ്മുടെ ആവശ്യമാണല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, കളയാൻ പാടില്ലല്ലോ. പിന്നെ ഇച്ചു പറഞ്ഞു കഴിക്കാമെന്ന്. അങ്ങനെ DS പിസ്സ കൊണ്ടുവന്ന് ഇനി അത് ബേക്ക് ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. ഇച്ചു അതിസാഹസ്യമായി ഇതെല്ലാം പൊട്ടിക്കുന്നുണ്ട്. എന്താല്ലേ, ഒരാഗ്രഹം പറഞ്ഞപ്പോഴേ പാവൻ്റെ കൂടെ വന്നല്ലോ അല്ലേ, തന്നെ സ്വന്തമായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തു DS. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. എന്താ രസം കാണാനായിട്ട്. അപ്പോൾ വീക്കെൻഡിലെ വിഷമം പിസ്സ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഹാപ്പി വീക്കെൻഡ്. Cheers. Thanks for watching our video. Bye. Bye.